അപ്പുറം ചന്ദ്രയാഴ്ചത്തിൽ വരുന്ന ലേഖനങ്ങൾ, പതിപ്പുകളിലുള്ള ഉബൈദ് സാഹിബിനെ പോലെയുള്ള പ്രഗത്ഭരായ ഓവാബ് സാഹിബിനെ പോലെയുള്ള ആളുകളുടെ ഒരു കനപ്പെട്ട ലേഖനങ്ങൾ, ഇതൊക്കെ ഈ സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ ആ കാലഘട്ടത്തിൽ അവരോടൊപ്പം നിന്ന ആളാണ് KP. അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓവാബ് സാഹിബിനെ നമുക്ക് ഈ കൂട്ടത്തിൽ മാറ്റി നിർത്താൻ പറ്റില്ല. ഓവാബ് സാഹിബിന്റെ രചനകൾ നമ്മളൊന്ന് എണ്ണി പറയുകയാണെങ്കിൽ, ഓവാബ് സാഹിബിന്റെ രചനക്കുള്ള പ്രത്യേകത പലതിലും അദ്ദേഹത്തിൻ്റെ മതാഭിമാനം തുടിച്ചു നിന്നിരുന്നു. നബി കീർത്തനങ്ങളായിരുന്നു മിക്ക രചനകളുടെയും മുഖമുദ്ര. ഒരിക്കലും സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് പോലും അബു സാഹിബിൻ്റെ ഒരു രചനയിലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം സത്യസന്ധനായ ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തലശ്ശേരിയുടെ സാംസ്കാരിക മുഖത്ത് ചൈതന്യവത്താക്കിയത് അബു സാഹിബിൻ്റെ രചന. പെരുമ്പാവൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മജീദ് മറക്കാരുടെ പത്രാധിപത്യത്തിലുള്ള അൻസാരി, CN അഹമ്മദ് മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള ന്യൂ അൻസാരി, ചന്ദ്രികാഴ്ച പതിപ്പ് തുടങ്ങി അന്നത്തെ മിക്കവാറും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ മാപ്പിളപ്പാട്ടുകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം തീർത്തും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അബു സാഹിബിനാണ്. അബു സാഹിബിന്റെ പ്രധാനപ്പെട്ട രചനകൾ പല പാട്ടുകാരും പാടിയ കേരളത്തിലെ ഹിറ്റായ ഗാനങ്ങളാണ്. അതൊന്നും അബു സാഹിബിൻ്റെതാണെന്ന് ആർക്കും അറിയില്ല. മൂസായരഞ്ഞോളിയുടെ ഓമന മുഹമ്മദിനെ ഒത്തിനയച്ചില്ല, മക്കത്തുതി തൊളിവേ, അതുപോലെ MP ഉമർ കുട്ടിയുടെ മക്കത്തെ രാജാത്തിയായി വായനും ഖദീജ, അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ. നമുക്കിപ്പോ മക്കത്തുതി തൊളിവേ എന്നൊരു ഗാനം ഇവിടെ കേൾക്കാം. അബു സാഹിബിന്റെ ആദിൽ അത്തുവാണ് മക്കത്തുതി തൊളിവേ എന്ന ഗാനം നമുക്ക് വേണ്ടി പാടുന്നത്. ഗാനലോലമായ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ സാമ്രാജ്യമൊരുക്കിയ ആളുകളാണ് നമ്മുടെ മാപ്പിളപ്പാട്ട് രചയിതാക്കൾ. കോഴിക്കോട്ടുകാരായ ആളുകൾക്ക് ചിലപ്പോ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബാബുരാജിനോടോ SM കോയയോടോ ഉള്ള ഒരു താല്പര്യത്തിനപ്പുറം കാസർഗോട്ടുകാർക്ക് ഉബൈദ് അവരുടെ നെഞ്ചിലേറ്റിയ, ഉബൈദ് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു വികാരമാണ്. പലപ്പോഴും നമുക്ക് അനുഭവമുണ്ട്. ഉബൈദക്കയുടെ പാട്ടുകൾ ചിലപ്പോൾ അവർ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടൊന്നുമല്ല, ഉബൈദ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ആവേശമാണെന്ന് പലപ്പോഴും തോന്നുന്നു. പുതിയ കാലഘട്ടത്തിലെ മാപ്പിളപ്പാട്ടുകൾ വളരെ സജീവമായി. എല്ലാ പ്രശസ്തരായ എഴുത്തുകാരും പ്രശസ്തരായ പാട്ടുകാരും PT-യുടെ പാട്ട് പാടാതെ പോയിട്ടില്ല. മൂസായരഞ്ഞോളി, പീർ മുഹമ്മദ്, BN കുട്ടി, വിളയിൽ ഫസീല, വടകര കൃഷ്ണദാസ്, N കുഞ്ഞിമൂസ, എല്ലാവരും PT-യുടെ ഒരു പുസ്തകത്തില് അവതാരിക കുഞ്ഞിമൂസൊക്കെ എഴുതിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്ഷതീപനുഭവം പലരും KP പലപ്പോഴും പരാമർശമാണ്. അതായത് പലപ്പോഴും KPയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ PT നിങ്ങളുടെ ഒരു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒക്കെ ഒരു പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ PT പ്രേമാൻ, KP ഇവരൊക്കെ കോഴിക്കോട്ടെ ഒരു സാംസ്കാരിക രംഗത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ് PT-യുമായി. PT-യുടെ ഒരു ഗാന രംഗത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. PT-യുടെ കറുത്ത മുത്തിന് അവാർഡ് കൊടുത്ത ദിവസം വൈക്കം മുഹമ്മദ് ബഷീർ ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്കിലൊക്കെ കുഴൽ വെച്ച ഒരു സന്ദർഭമായി. കറുത്ത മുത്തിനാണ് അവാർഡ് എന്ന് കേട്ട ഉടനെ കുഴലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ബാബിനെ വിളിച്ചു.
വളരെയധികം സന്തോഷത്തോടു കൂടി അത്രയധികം പി ടിയെ സ്നേഹിച്ച ഒരാളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. പി ടി ആ കാലഘട്ടത്തിൽ ഒരു ശക്തി ചൈതന്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലരും പാടിയിട്ടുണ്ടല്ലോ, അതൊക്കെ തന്നെ ജനലക്ഷങ്ങൾ തന്നെ അത് ആസ്വദിച്ചിട്ടുണ്ട്. ഇതിൽ പി ടിയുടെ ഒരു സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു. പലപ്പോഴും പുതിയ രചനകൾ കാണുമ്പോഴാണ് നമ്മൾ പി ടിയെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ ഇവരുടെ ആവശ്യത്തെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. പി ടിയുടെ ഈ ഒരു വടകരയുടെ ഒരു തലമുണ്ടല്ലോ, വടകര എം കുഞ്ഞിമുസക്കായുടെ സംഗീതം, പി ടിയുടെ രചന, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാപ്പിളപ്പാട്ട് പ്രേമികൾ ഹരം കൊള്ളിച്ച സംഭാവനകൾ അവരിൽ വന്നിട്ടുണ്ട്. പി ടി എഴുതി എം കുഞ്ഞിമുസക്ക ചിട്ടപ്പെടുത്തിയ ഒരു മനോഹരമായ ഗാനം പള്ളിമിനാരത്തിൽ നിന്നും പറക്കുന്ന ആ ഒരു മനോഹരമായ പി ടിയെ നമ്മളിവിടെ ഈ എപ്പിസോഡ് അനുസ്മരിക്കുകയാണ്. പി ടിയുടെ മനോഹരമായ ഗാനം ഇവിടെ പാടി. പി ടി കടത്തനാട്ടിന്റെ മുത്താണ്. അതേപോലെ കുഞ്ഞിമൂസ തലശ്ശേരി സ്വദേശിയാണ്. എനിക്കറിയാം, തലശ്ശേരി. അത് പലപ്പോഴും തലശ്ശേരിയുടെ പാരമ്പര്യം നമ്മൾ കുഞ്ഞിമൂസൊക്കെ വടകരക്കാരെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അദ്ദേഹം തലശ്ശേരിക്കാരനാണ് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുടെയും ഒരു സംഭാവനയായ പള്ളി മിനാരത്തിൽ എന്ന ഗാനം ഗോൾട്ടി ഫ്രാൻസിസ് നമുക്ക് വേണ്ടി പാടും. കുഞ്ഞിമുസക്കയുടെ സംഗീതത്തിന്റെ ഒരു പ്രത്യേകത, ഏറെ പാടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് പോലെ നമുക്ക് ഈ പാട്ട് വളരെ മനോഹരമായി തന്നെ ഒരു പാട്ട്. തീർച്ചയായിട്ടും ഈ പി ടി സിനിമയിലും സിനിമാ രംഗത്തും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഒരു മാപ്പിള എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പി ടി ഒരു മാപ്പിളപ്പാട്ടിൽ തളച്ചിടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്. അതിലപ്പുറം മലയാളത്തിലെ ഒരു കവി തന്നെയായി ശ്രദ്ധിക്കപ്പെടേണ്ട ആളായിരുന്നു. തീർച്ചയായും മലയാള കവിയായിട്ട് ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കറുത്തമുത്ത്, അതേപോലെയുള്ള പിന്നെ വ്രതഗീതങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകൾ വേണ്ടത്ര മലയാളികൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മാപ്പിളപ്പാട്ടിൽ അങ്ങനെ ഒതുക്കി പി ടി എന്നും പലപ്പോഴും നമുക്ക് അനുഭവമുണ്ട്. പക്ഷെ മാപ്പിളപ്പാട്ട് സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനമാണ്. പി ടിയുടെ പോലെ വല്ല പ്രഗത്ഭരായ എഴുത്തുകാർ എഴുതുകൊണ്ടാണ് മാപ്പിളപ്പാട്ട് ഇന്നും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിയത്. കവിതയില് പി ടിയുടെ കവിതകളെ സംബന്ധിച്ച് നന്നായി നിരൂപണം വന്നിട്ടുണ്ട്. കാവ്യാസ്വാദനം ഉണ്ടായിരുന്നു പി ടിയുടെ. അദ്ദേഹത്തിൻ്റെ കവി സമ്മേളനങ്ങളിൽ പോയിട്ട് അവതരിപ്പിച്ചതും അതുകൂടാതെ പിന്നെ ക്രോഡീകരിച്ചിട്ടുള്ള കവിതകളൊക്കെയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഊത്തുപള്ളിയിലെ നമ്മുടെ തേൻതുള്ളി എന്ന സിനിമയിലെ തേൻതുള്ളി എന്ന നാടകത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയാണെന്നും അക്കാലത്ത് വടകര കൃഷ്ണദാസ് അത് ചിട്ടപ്പെടുത്തിയത് മറ്റൊരു ശൈലി, ഒരു ഗസൽ ശൈലിയിലായിരുന്നു. അതുകൊണ്ട് സിനിമയിലേക്ക് രാഘവ മാഷ് ചിട്ടപ്പെടുത്തിയപ്പോഴാണ് വി ടി മുരളി എന്ന ഗായകന്റെ ഒരു എന്താ പറയാ പ്രത്യേക വി ടി മുരളി എന്ന ഗായകൻ ശ്രദ്ധിക്കപ്പെടുന്നതിനെ ഒറ്റ ഗാനം കാരണം ഓത്തുപള്ളിയിൽ എന്നുള്ള ഗാനം നമുക്ക് വേണ്ടി ഇവിടെ പാടുന്നത് റിഷാം. ൂത്തുപള്ളിയന്നു നമ്മൾ പോയിരുന്ന കാലം ഓത്തു കണ്ണീർ വാർത്തു മേക്കയാടു നീലമേഘം തോന്നല കൈകായി കെട്ടിയ നീക്ക കണ്ട് ചൂരൽ വീശിയേ നമ്മുടെ മുലാക്ക ൂത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു മേക്കയാടു നീലമേഘം യാടു നീലമേഘം തോന്നല കൈകായി കെട്ടിയ കണ്ട് ചൂരൽ വീശിയേ നമ്മുടെ മുലാക്ക. മാപ്പിളപ്പാട്ട് രംഗത്തെ കുലപതികളായ ടി ഉബൈദ് മാഷ്, അതേപോലെ
ഒ ആബു സാഹിബ്, PT അബ്ദുറഹിമാൻ, ഇവരെ നമ്മൾ ഈ എപ്പിസോഡിൽ സ്മരിക്കുകയായിരുന്നു. പുതിയ അറിവുകളുമായി കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരുടെയും അനുഭവങ്ങളുമായി അവരുടെ ഇഷ്ടങ്ങളുമായി സ്മൃതിഗീതം എന്ന മാപ്പിളപ്പാട്ട് സംബന്ധിച്ചുള്ള പരിപാടിയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.